الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا الإسلام دينا فلا نعبد ولا نستعين إلا إياه نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا رب ബഹുമാനമുള്ള ആദരണീയരായ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മോട് വിരോധിച്ച വിധിവിലക്കുകൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് തഖ്വാ ബോധമുള്ളവരായി ജീവിച്ച് മുത്തഖീങ്ങളായി മരിക്കുവാൻ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണമെന്നും
അതിനായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിജാലങ്ങളിൽ സവിശേഷ സൃഷ്ടിയായ അല്ലാഹു പ്രത്യേകമായി ആദരിച്ച അവൻ്റെ അടിമകളായ മനുഷ്യർക്ക് അവൻ കനിഞ്ഞരുളിയ മതമാണ്, ദീനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്നത്. ആ ദീന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്വീകരിച്ചിട്ടുള്ളതും പൊരുത്തപ്പെട്ടിട്ടുള്ളതും. അത് അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ അവനത് അറിയിക്കുകയും ചെയ്തു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ തൃപ്തികരമായ സ്വീകാര്യമായ അവൻ പൊരുത്തപ്പെടുന്ന ഒരേ ഒരു മതം അത് ഇസ്ലാം മാത്രമാണ്. ഈ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയുടെ മാർഗദർശനത്തിനായി ഈ ലോകത്തേക്ക് നിയോഗിച്ച ലക്ഷത്തിൽ പരം പ്രവാചകന്മാരുടെ ആ ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലെ 23 വർഷക്കാലത്തെ ആ കാലയളവിൽ നമുക്ക് എന്താണോ പഠിപ്പിച്ചു തന്നത് അത് മാത്രമാണ് ദീനായി അംഗീകരിക്കുന്നത്. കാരണം ദീൻ എന്ന് പറയുന്നത് അത് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശമാണ്. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ദീനിന്റെ കാര്യം സംസാരിക്കുന്നത്. അത് വഹിയാണ്, ദിവ്യ സന്ദേശമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി നൽകിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ച ആ കാര്യം അതാണ് ദീൻ. എന്നാൽ പിൽക്കാലങ്ങളിൽ ആ ദീനിലേക്ക് ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി. പുതിയ പുതിയ നൂതനമായ നവീനമായ ആചാരങ്ങളൊക്കെ പല കാലങ്ങളിലും ജനങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. അതിനെതിരെ ആ കാലഘട്ടത്തിലുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശക്തമായ നിലക്ക് അതിനെ നേരിടുകയും ചെയ്തു. കാരണം അല്ലാഹുവിന്റെ ദീനിൽ കൂട്ടിച്ചേർക്കുക എന്നത് അത് തിന്മകളുടെ കൂട്ടത്തിൽ വെച്ച് അതിഗൗരവമായ തിന്മയാണ്. അതൊരു നിസ്സാരമായ കാര്യമല്ല. നോക്ക്, എന്താണ് അല്ലാഹുവിന്റെ ദീനിൽ കൂട്ടിച്ചേർക്കുക? ബിദ്അത്ത് എന്ന് നാം പറയുന്നു, നവീനമായ ആചാരം. അതിൽ നമുക്ക് പ്രമാണങ്ങളിലൂടെ തന്നെ നമുക്ക് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് അന്വേഷിക്കാനായി 3 ആളുകൾ വരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തുകളൊക്കെ അവർ കേട്ടറിഞ്ഞു. പക്ഷെ അവർക്ക് എന്തോ അതൊരു കുറച്ച് കഅന്നഹും തഖാല്ലുഹ, ഹദീസിൽ കാണാം, അത് അവർക്ക് വളരെ കുറച്ചായി തോന്നി. എങ്കിലും അവർ പരസ്പരം അവരവിടെ തീരുമാനിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലല്ലേ, പ്രശ്നമല്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും എല്ലാം പൊറുക്കപ്പെട്ടാണ്. എന്നാൽ നമ്മളൊക്കെ ഇത്ര ചെയ്താൽ പോരാ, നമ്മളൊക്കെ പാപികളാണ്, നമ്മൾ കൂടുതൽ ചെയ്യണം, അത്ര ചെയ്താൽ പോരാ എന്ന് അവരവിടെ തീരുമാനിക്കുകയും എന്നിട്ട് ഓരോരുത്തരും ഒരു പ്രതിജ്ഞ പോലെ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ്? ഒരാൾ പറയുന്നു, ഞാൻ ഇന്ന് മുതൽ
രാത്രി ഉറങ്ങാതെ രാത്രി മുഴുവനും ഞാൻ ഇങ്ങനെ നമസ്കാരത്തിൽ കഴിഞ്ഞുകൂടും. രാത്രി ഞാൻ ഉറങ്ങൂല. വേറെ ഒരാൾ പറഞ്ഞു, ഞാനിനി വിവാഹം കഴിക്കുകയില്ല, കല്യാണം കഴിക്കുകയില്ല, ഞാൻ ബ്രഹ്മചര്യ അനുഷ്ഠിക്കും. കാരണം കല്യാണം കഴിച്ചാൽ പിന്നെ മക്കളുണ്ടാകും, പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഇബാദത്ത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ കല്യാണം കഴിക്കുകയില്ല. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ പകലിൽ മുഴുവനും ഞാൻ നോമ്പ് നോൽക്കും, ഒരിക്കലും ഞാൻ നോമ്പ് ഒഴിവാക്കുകയില്ല. അങ്ങനെ കണ്ടിന്യൂവായി ഞാൻ നോമ്പിൽ തന്നെ കഴിച്ചുകൂട്ടും എന്ന് വേറെ ഒരാൾ പറഞ്ഞു. നമ്മുടെ ഇടയിലേക്ക് ഇന്ന് ചില ആളുകളൊക്കെ അവരുടെ വലിയനെ സംബന്ധിച്ചും ഷെയ്ഖിനെ സംബന്ധിച്ചും ഒക്കെ മദ്ഹ് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മളെ ഔലി എന്ന് പറഞ്ഞാല്, നമ്മളെ ഷെയ്ഖ് എന്ന് പറഞ്ഞാല് അയാള് കല്യാണം ഒന്നും കഴിക്കാത്ത ആളാണ്, അതേപോലെ തന്നെ അയാളെപ്പോഴും രാത്രിയിൽ ഇങ്ങനെ നിസ്കാരത്തിലാണ്, പകലെപ്പോഴും നോമ്പിലാണ്, അയാൾക്ക് വീടൊന്നില്ല, അതൊന്നില്ല, അയാളൊക്കെ എവിടെയെങ്കിലും കടയുടെ പിന്നെ കടത്തിണ്ണയിലോ മറ്റോ കിടന്നുറങ്ങുന്ന ആള് എന്നിങ്ങനെ വലിയ പോലിഷിയായിട്ട് പറയും, അല്ലെ, അവരുടെ വലിയൊരു നന്മയായിട്ട് പറയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വാർത്ത അറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 പേരെയും വിളിപ്പിക്കുകയാണ് തന്റെ അടുക്കലേക്ക്. എന്നിട്ട് വിളിച്ചു വരുത്തി അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇപ്രകാരം പറഞ്ഞോ, ഞാനിങ്ങനെ രാത്രി ഉറങ്ങൂലാന്നും കല്യാണം കഴിക്കൂലാന്നും അതേപോലെ പകലെപ്പോഴും ഞാൻ നോമ്പിൽ തന്നെ കഴിച്ചുകൂടുമെന്ന് നിങ്ങൾ പറഞ്ഞോ? ഖാലൂ നഅം, അതേ നബിയെ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പാദത്തിൽ കഴിച്ചുകൂട്ടണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 പേരോടായി പറഞ്ഞു, അമ്മാ, അറിഞ്ഞുകൊള്ളുക, മനസ്സിലാക്കുക, നിങ്ങൾ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, അല്ലാഹുവിനെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം പേടിക്കുന്ന, ഭയപ്പെടുന്ന, അല്ലാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്നവൻ ഞാനാണ്. ഇത് കിബറിൽ പറഞ്ഞ കാര്യമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീയിലൂടെ അറിയിച്ച കാര്യമാണ് റസൂൽ പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും അധികം പേടിക്കുന്നവൻ ഞാനാണ്, അല്ലാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിച്ച് തഖ്വയുടെ ജീവിതം നയിക്കുന്നവൻ ഞാനാണ്. അങ്ങനെയുള്ള ഞാൻ ഫഇന്നി ഉസല്ലി ലൈല, ഞാൻ രാത്രിയിൽ നമസ്കരിക്കുന്നുണ്ട് കുറച്ച് ഭാഗം, വഅനാമു, അതേപോലെ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നു, വഅസൂമു, ഞാൻ പകൽ സമയത്ത് നോമ്പ് നോൽക്കുന്നു, എന്നാൽ വഅഫ്തിറു, ഞാൻ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നു. കണ്ടിന്യൂവായ നിലക്ക് ഞാൻ നോമ്പ് നോൽക്കുന്നില്ല, റമദാൻ ഒഴികെ. വഅതസവ്വജു നിസാ, സ്ത്രീകളെ ഞാൻ വിവാഹം കഴിക്കുന്നു. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, ഇത് എന്റെ ചര്യയാണ്, ഇത് എന്റെ പാറ്റേൺ ആണ്, ഇത് എന്റെ മാതൃകയാണ്, ട്രഡീഷനാണ്. ആര് ഇതിനെ നിരാകരിക്കുന്നുവോ, ആര് ഇതിനെ തിരസ്കരിക്കുന്നുവോ, ആര് ഇതിനെ ഇഷ്ടപ്പെടുന്നില്ലയോ, അവനും ഞാനുമായി ഒരു ബന്ധവുമില്ല, അവനും ഞാനുമായി ഒരു ബന്ധമില്ല, ഇസ്ലാമുമായി അവനൊരു ബന്ധമില്ല. ബിദ്അത്ത് മനസ്സിലാക്കാൻ ഇതിനേക്കാളപ്പുറം വേറെ ഒരു ഉദാഹരണം ആവശ്യമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ ബിദ്അത്തിനെ സംബന്ധിച്ച് നാം പറയുമ്പോ ഈ ബിദ്അത്തിന്റെ ആളുകളായ മുബ്തദിഈങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവരുണ്ടാക്കുന്ന ചില ന്യായങ്ങളൊക്കെ പറയുന്നു, അവരുടെ ആളുകളെ അവർക്ക് തൃപ്തിപ്പെടുത്തണമല്ലോ. അപ്പൊ അവർ ചില ആളുകളൊക്കെ പറയും, ഓ, നിങ്ങൾ ബിദ്അത്ത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നില്ലേ പള്ളിയിൽ, നിങ്ങൾ വാഹനം ഓട്ടുന്നില്ലേ, കാർ ഓടിക്കുന്നില്ലേ, നിങ്ങളുടെ വീടുകളൊക്കെ നിങ്ങൾക്ക് പെയിന്റും കൊടുത്തിട്ട് വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് നന്നായി അലങ്കരിക്കുന്നില്ലേ, ഇതൊക്കെ റസൂൽ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കും. അത് ചോദിക്കുന്നത് അവരുടെ മുബ്തദീങ്ങളായ, അവർക്ക് ബിദ്അത്ത് പഠിപ്പിക്കുന്ന അവരുടെ ഗുരുനാഥന്മാർ, അവരുടെ ഉസ്താദന്മാർ ഈ നിലക്കുള്ള ചോദ്യങ്ങൾ, വസ്വാസുകൾ അവരുടെ മനസ്സിന് വിട്ടുകൊടുത്തത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, സുഹൃത്തുക്കളെ, ചങ്ങാതി, ബിദ്അത്ത് എന്ന് പറയുന്നത് അത് ദുനിയാവിന്റെ കാര്യത്തിലല്ല,
ഇതൊക്കെ ദുന്യാവിന്റെ കാര്യമാണ്. മൈക്കും അതേപോലെ തന്നെ വാഹനം ഓടിക്കലും അകലനാക്കലും ഒക്കെ ദുന്യാവിന്റെ കാര്യമാണ്, ഭൗതികമായ കാര്യമാണ്. ഇവിടെ ഒരാൾ മൈക്ക് ഉപയോഗിച്ചാൽ അതിന് ഇത്ര പുണ്യമുണ്ടാകും, അതിന് ഇത്ര പ്രതിഫലമുണ്ടാകുമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഒരാൾ വാഹനം ഓടിച്ചാൽ അതിന് ഇത്ര പുണ്യമുണ്ടാകും, അതിന് ഇത്ര പ്രതിഫലമുണ്ട്. അല്ലെങ്കിൽ ഒരാൾ അയാളുടെ വീട് നന്നാക്കിയാൽ അയാൾക്ക് ഇത്ര പ്രതിഫലമുണ്ട്, പുണ്യമുണ്ട് എന്ന് ആരും പറയുന്നില്ല. കാരണം അത് ഭൗതികമായ കാര്യമാണ്, ദുന്യവിയായ കാര്യമാണ്. വിദ്യാർത്ഥുണ്ടാകുന്നത് ദീനിന്റെ കാര്യത്തിലാണ്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും നല്ലതാണ്, അത് പുണ്യകർമ്മമാണ്, അത് സദാചാരമാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു മസ്ജിദിലേക്ക്, ഒരു പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. പള്ളിയിലേക്ക് ഇങ്ങനെ കയറി ചെന്നപ്പോ അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. എന്റെ ഹൽക്ക, ദിക്റിന്റെ ഹൽക്ക. നമ്മുടെ ഇടയിലൊക്കെ വിദ്യാർത്ഥി നടക്കുന്ന പള്ളികളിലൊക്കെ നോക്കിയാൽ കാണാം ഇത്തരത്തിലുള്ള ഹൽക്കകൾ, അല്ലേ? ഓരോ ഉസ്താദന്മാരും ആ പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഓരോരോ പുതിയ പുതിയ ഹൽക്ക. ഓരോരുത്തരും അവന്റെ പേര് അറിയപ്പെടണം, എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ അവൻ നോക്കും. അങ്ങനെ അവൻ പോയാൽ വേറൊരുത്തം വന്നാൽ അവൻ തുടങ്ങും വേറെ എന്തെങ്കിലും ഒന്ന്. അങ്ങനെ ഹദ്ദാദ് ഒന്ന് തുടങ്ങും. അതേപോലെ തന്നെ മജ്ലിസ്, ദിക്ർ ഹൽക്ക, അങ്ങനെ പറഞ്ഞു കൂടി ഇങ്ങനെ തുടങ്ങും. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ വിദ്യാർത്ഥിന്റെ പള്ളികൾ ധാരാളം ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോകുമ്പോൾ കുറച്ച് ആളുകളുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അതായത് അവരുടെ കൂട്ടത്തിൽ നേതാക്കന്മാരുമുണ്ട്, അവരുടെ അനുയായികളുമുണ്ട്. ഈ നേതാക്കന്മാർ അവരുടെ അനുയായികളോട് പറയുന്നുണ്ട്, കൂടിയിരുന്നിട്ട് ഇങ്ങനെ ചുറ്റും വട്ടത്തിൽ ഇരുന്നിട്ട്, എന്താണ്? 100 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, 100 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയുക, കബ്ബിറൂ മിആ, 100 പ്രാവശ്യം നിങ്ങൾ തക്ബീർ ചൊല്ലുക. അവരുടെ കയ്യിൽ എന്തുണ്ട്? ഈ ആളുകളുടെ കയ്യിൽ ചെറിയ ചെറിയ കല്ലുകളുണ്ട്, ചെറിയ ചെറിയ കല്ലുകൾ, പെബിൾസുകളുണ്ട്, ചെറിയ ചെറിയ കല്ലുകൾ. അങ്ങനെ ആ കല്ലിങ്ങനെ വലത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഓരോ കല്ലെടുത്തിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ഇങ്ങനെ 100 പ്രാവശ്യം കല്ലിപ്പുറ വലത്ത് കയ്യിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് അവരിങ്ങനെ പറയും. ദിക്റിന്റെ ഹൽക്കയാണ്. നമ്മുടെയൊക്കെ ഉസ്താദിനോട് ചോദിച്ചു നോക്ക്, ഉസ്താദേ, നമ്മളൊക്കെ പള്ളിയിൽ കുറച്ച് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഒന്ന് കൂടിയിരുന്നിട്ട് ഒരു ദിക്റിന്റെ ഹൽക്ക ആയിക്കോട്ടെ ഉസ്താദേ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞോട്ടെ. അപ്പൊ ഉസ്താദ് എന്ത് പറയും? ആ കുഴപ്പമില്ല, നല്ല കാര്യല്ലേ, നല്ലതല്ലേ, ദിക്റല്ലേ എന്നൊക്കെ ഉസ്താദ് ഫത്വ കൊടുക്കും. എന്നാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്താണ് ചെയ്തതെന്നറിയാമോ? അദ്ദേഹം അന്ന് വൃദ്ധനായിരുന്നു, പ്രായമുള്ള ആളായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഒരു ഊന്നുവടിയുണ്ട്. വടി, പ്രായമുള്ളവരുടെ കയ്യിൽ ഒരു വടി ഉണ്ടാകുമ്പോൾ ആ വടി ഇങ്ങനെ ചില പ്രായമുള്ളവരുടെ കയ്യിലൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ വടിയുണ്ട്. ആ വടി കൊണ്ടിട്ട് അവിടെ കൂടിയിരുന്ന ആളുകളെ അടിച്ചു പുറത്താക്കുകയാണ്. പോയിക്കോണ്ടായി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർ ഇപ്പൊ ജീവിച്ചുകൊണ്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ സഹാബിമാർ എല്ലാവരും മരിച്ചിട്ടില്ല. സഹാബിമാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെയാണോ നിങ്ങൾ വലാലത്തിന്റെ വാതിലുകൾ നിങ്ങൾ തുറക്കുന്നത്? നിങ്ങൾ ബിദ്അത്തിന്റെ വാതിലുകൾ, മാർഗങ്ങൾ നിങ്ങൾ തുറക്കുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, ഇന്നത്തെ ആളുകൾ ന്യായീകരിക്കുന്നത് പോലെ, ഇന്നത്തെ പുരോഹിതന്മാർ ന്യായീകരിക്കുന്നത് പോലെ അവരും ന്യായീകരിച്ചു. എന്താ ഇന്നത്തെ പുരോഹിതന്മാർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? അത് നല്ല കാര്യമല്ലേ, അത് ഖൈറല്ലേ, ദിക്റല്ലേ, എന്താ ഇതിന് തെറ്റുള്ളത്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഇതേ ന്യായമാണ് അവരും പറഞ്ഞു. നിങ്ങൾ നോക്കണം ആ ന്യായീകരണം എത്രമാത്രം, അതിനുള്ള ആ സിമിലാരിറ്റി.
അബ്ദുള്ള, ഞങ്ങൾ ഖൈറിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, വേറെ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. നല്ല കാര്യമല്ലേ, അള്ളാഹിനെ പ്രശംസിക്കലല്ലേ, അള്ളാഹുവിന്റെ ദിക്റല്ലേ എന്ന് അവരിതിനെ ന്യായീകരിക്കുകയാണ് അവരുടെ മുമ്പിൽ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ് എന്നറിയപ്പെട്ട, കുറേ വർഷങ്ങളോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനായ സ്വഹാബിയാണ്. പരിശുദ്ധ ഖുർആൻ ആഴമായ പാണ്ഡിത്യമുണ്ടായിരുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് ഖുർആൻ കേട്ടുപഠിച്ച, അതേ ഖുർആനിൽ ആഴത്തിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന 10 സഹാബികളിൽ ഒരു സഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനോടാണ് പറയുന്നത്, അബ്ദുല്ലാഹ്, ഞങ്ങൾ ഇതുകൊണ്ട് ഖൈറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ചോദിക്കുന്നു, ഫകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബാ, ഫകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബാ. എത്ര ഖൈറിനെ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവരുടെ ഉദ്ദേശം ഖൈറാണ്, അവരുടെ ഉദ്ദേശം നന്മയാണ്. പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന ആ ഖൈറോ നന്മയോ അതുകൊണ്ട് ലഭിക്കുന്നില്ല, അവർക്ക് അതുകൊണ്ട് ലഭിക്കുന്നില്ല. ഖൈറോ അതേപോലെ പുണ്യമോ അവർക്ക് അതുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞു? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. കാരണം എന്തേ ഖൈറിനെ ഉദ്ദേശിച്ചവർക്ക് ആ ഖൈർ കിട്ടുന്നില്ല? കാരണം ഖൈറാകണമെങ്കിൽ, നന്മയാകണമെങ്കിൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അത് ചെയ്യണം, അതിൽ ഉറച്ചു നിൽക്കണം. മറ്റൊരു ഉദാഹരണങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിച്ചു പോയതാണല്ലോ പ്രവാചകൻ. ഓരോ കാര്യങ്ങളും, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ യാത്ര ചെയ്യണം, എങ്ങനെ ഉറങ്ങണം, അങ്ങനെ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ എറ്റിക്വറ്റ്സുകളും, എല്ലാ മര്യാദകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. സ്വർഗത്തിലേക്ക് കടക്കാൻ ആവശ്യമായ എന്തെല്ലാം നന്മകളുണ്ടോ എല്ലാം അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പഠിപ്പിച്ചാ പോയത്. അങ്ങനെ ഒരിക്കൽ സഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദുആ, മനസ്സിലായില്ലേ? നമ്മളൊക്കെ ദ്വാരക്കുന്നിട്ടാന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ എന്നു മുതൽ തുടങ്ങും. പ്രിയമുള്ളവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ ധാരാളമുണ്ട്, മനസ്സിലായില്ലേ? ഈ ബിദ്അത്ത് ചെയ്യുന്നവരൊക്കെ ആ സുന്നത്തൊന്നും അവർക്ക് അറിയില്ല. കാരണം അവർക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നില്ല, നമ്മുടെ ശൈഖിന് കിട്ടിയ ഇജാസത്താണ്, നമ്മുടെ ഔലിയപ്പന് കിട്ടിയ ഇജാസത്താണ്, ഔലിയപ്പനുള്ള ഇജാസത്താണ്, അതിനെയാണ് ഇങ്ങനെ അവർ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവസാനമായി പറയുന്ന ചൊല്ലേണ്ട ഒരു ദുആ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ദുആ നമ്മൾക്കൊക്കെ അത് ഓർമ്മയിൽ പഠിക്കണം. ചുരുങ്ങി നമ്മുടെ മക്കളെടുത്ത് വെച്ച് പഠിക്കണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക എന്നിങ്ങനെ തുടങ്ങുന്ന ആ ദുആ, ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഇതിന്റെ അവസാന ഭാഗമാണ് വബിനബിയിക അല്ലദീ അർസൽത. അപ്പോൾ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹാബത്ത് ഇങ്ങനെ പഠിക്കുന്നു. അക്കൂട്ടത്തിൽ മഹാനായ ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ദുആ ഇങ്ങനെ പഠിക്കുകയാണ്. ആ ദുആ ഇങ്ങനെ റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ പഠിക്കുമ്പോ ആ സഹാബി എന്ത് പറഞ്ഞു? അവസാനം വബിനബിയിക്കല്ലദീ അർസൽത എന്ന് പറയേണ്ട സ്ഥാനത്ത് വബിറസൂലിക്കല്ലദീ അർസൽത എന്നായി പോയി. മനസ്സിലാക്കേണ്ട ഹദീസിൽ വന്ന കാര്യമാണ്. നബിയിക്ക എന്ന് പറയേണ്ടവിടെ എന്തായി? റസൂലിക്ക എന്നായി പോയി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റസൂലിക്ക എന്നായാലും നബീനേക്കാളും നല്ലതല്ലേ റസൂൽ എന്ന് പറയുന്നത്? നബീനേക്കാളും കാറ്റഗറി കൂടിയവരാ റസൂൽ എന്ന് പറയുന്നത്. ലക്ഷത്തിൽ പേരും അമ്പിയാക്കന്മാരിൽ മുർസലുകളുടെ എത്രയാ? 313 മുർസലുകളാണ് അല്ലേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ നബിയുമാണ്, അതിനേക്കാളെ റസൂലാണ്. ഇപ്പൊ പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റുള്ളത്? തെറ്റില്ലല്ലോ പ്രത്യക്ഷത്തിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇടപെടുകയാണ്. ഞാൻ നിനക്ക് പഠിപ്പിച്ചത് എന്നാണ്.
അങ്ങനെയാണ് നീ പഠിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇപ്പൊ എന്താ ഇതിൽ തെറ്റുള്ളത്? തെറ്റെന്താ ഉള്ളത്? അതേ, തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് നമ്മളല്ല. അതാണ്, തെറ്റും ശരിയും തീരുമാനിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. തെറ്റും ശരിയും ഏതാണ് നമുക്ക് പഠിപ്പിച്ചു തരാൻ അല്ലാഹു തആല ഏൽപ്പിച്ച എത്ര വ്യക്തമാണ് സൂറത്തുൽ ഹശ്ർ അല്ലാഹു പറയുന്നത്. ഈ റസൂൽ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവന്നത്, അതിന് നിങ്ങൾ മുറുകെ പിടിക്കുകയും. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഈ പള്ളിയിൽ തന്നെ ഓരോരുത്തരും തെറ്റും ശരിയും അവനവന്റെ തോന്നിയതുപോലെ അവൻ തീരുമാനിക്കുകയാണ്. എന്തായിരിക്കും അവസ്ഥ ഈ പള്ളിയിലൊക്കെ? ഓരോരുത്തരും വിചാരിക്കണം ഇത് തെറ്റാണ് ശരിയാണ് തീരുമാനിച്ചത് എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഗൗരവമുള്ള കാര്യമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ദീനിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യം കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്ന ബിദ്അത്തുണ്ടല്ലോ, അത് തിന്മകളിൽ എല്ലാ തിന്മയെക്കാളും മറ്റേത് തിന്മകളെക്കാളും അധികം ഗൗരവമായി പഠിപ്പിക്കപ്പെട്ടവന്നാണ് ബിദ്അത്ത് എന്ന് നാം മനസ്സിലാക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. മനസ്സിലായില്ല? ഒരുപാട് ഇത് വിശദീകരിക്കേണ്ട വിഷയമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ബിദ്അത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവമുള്ള തെറ്റായി അതിനെ ഇസ്ലാം കാണുന്നു. അതേ, ഒരു മനുഷ്യൻ ബിദ്അത്ത് ചെയ്യുന്നതായ മനുഷ്യൻ അവനാ ബിദ്അത്ത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം സിദ്ധിക്കുവാൻ വേണ്ടിയാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുവാൻ വേണ്ടിയാണ് ഒരാൾ ബിദ്അത്തിലൂടെ ചെയ്യുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവൻ എത്തുകയല്ല ഉണ്ടാകുന്നത്. ഒരു ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ അവൻ അല്ലാഹുവിനോട് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒരിക്കലും അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. നോക്കൂ, മഹാനായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആധികാരിക പ്രഗൽഭനായ പണ്ഡിതനാണ് അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ്. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, മസ്ദാദ സാഹിബു ബിദ്അത്തിൽ ഇജ്തിഹാദാ ഇല്ലസ്ദാദ മിനല്ലാഹി ബുഅദാ. ഒരു ബിദ്അത്തിന്റെ ആള് നോക്കണം, ഒരു ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ ആ ബിദ്അത്തിൽ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ. നിങ്ങൾ കാണുന്നില്ല, ചില പള്ളികളിലൊക്കെ 5 നേരം നിസ്കരിക്കാൻ വേണ്ടി പോകുന്നവർ ശരിയായ ഒരു മനസ്സമാധാനത്തോടെ അവിടെ നിസ്കരിക്കാൻ അവിടുത്തെ പുരോഹിതന്മാർ സമ്മതിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നിസ്കരിച്ചിട്ട് എങ്ങനെയൊക്കെയോ നിസ്കാരം പൂർത്തിയാക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഓതിയിട്ടായിരിക്കും, ചിലപ്പോൾ റക്കൂസുകളൊന്നും പൂർണ്ണമായിട്ടുണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്നിട്ട് ഇവർ തുടങ്ങി വെച്ചതായിരിക്കും പിന്നീട് അവിടെ തുടങ്ങുന്നത്. നിസ്കരിക്കുന്ന ആളൊക്കെ ശരിക്കും നിസ്കരിക്കാനും പോലും പറ്റുന്നുണ്ടാവൂല. എന്നിട്ട് അവിടെ പോയ ആളുകൾ കുറെ എന്തൊക്കെയോ ഈ ആളിങ്ങനെ പറയുന്നത് ദിക്റും തസ്ബീഹൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വരുന്നു. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അയാളിങ്ങനെ പ്രോത്സാഹിപ്പിക്കും, നല്ലതാണ്, ദിക്റാണ്, അതിന് ഇത്ര പ്രതിഫലപ്പെട്ട് സ്വർഗത്തിലേക്ക് ഇത്ര പ്രതിഫലപ്പെട്ടതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കും. എന്നാൽ മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് പറയുന്നു, ബിദ്അത്തിന്റെ ആൾ എത്രമാത്രം അയാൾ പരിശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം അയാള് അല്ലാഹുവിൽ നിന്ന് അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിലേക്ക് അടുക്കുകയല്ല. അതുകൊണ്ടായിരിക്കാം ഒരു ചരിത്ര സംഭവം ഇസ്ലാമിൽ വഴിതെറ്റിപ്പോയ ഒരു വിഭാഗമാണല്ലോ ഖവാരിജികൾ എന്ന് പറയുന്ന ബിദ്ഈ സംഘം. ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന ബിദ്ഈ സംഘം നബിയുടെ കാലത്ത് അവരുണ്ടായിരുന്നില്ല, അവർ ഉടലെടുത്തിരുന്നില്ല. നബിന്റെ കാലത്ത്, നബിന്റെ വഫാത്തിന്റെ ശേഷം ഉടലെടുത്ത ഒരു വിഭാഗമാണ് ബിദ്ഈ സംഘം. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി തിരിയും, എല്ലാം നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രമായിരിക്കും സ്വർഗത്തിലെന്ന് പറഞ്ഞല്ലോ. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ വിഭാഗത്തിൽ പെടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ദീനിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കാതെ ജീവിച്ചെങ്കിൽ മാത്രമാണ് അവന് ആ വിഭാഗത്തിൽ പെടാൻ സാധിക്കുക. അല്ല എങ്കിൽ അവൻ മറ്റു പറഞ്ഞ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആ വിഭാഗത്തിലേക്കായിരിക്കും. നോക്ക്, ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന ഒരു ബിദ്ഈ സംഘത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് മുൻകൂട്ടി താക്കീത് ചെയ്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖവാരിജി സംഘത്തെ പറ്റി എന്താ പറഞ്ഞത്? യംബുഖൂന മിനദ്ദീനി കമാ യംബുഖു സഹ്മു മിനർറമിയ. ഖവാരിജിയാക്കളെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? നോക്ക്, ആരാണ് ഖവാരിജിയാക്കൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പറ്റി സഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. അവര് ധാരാളം നിസ്കരിക്കുന്നവരായിരിക്കും,
അവർ ധാരാളം നോമ്പ് നോൽക്കുന്നവരായിരിക്കും, അവർ ധാരാളം അമലുകൾ ചെയ്യുന്നവരായിരിക്കും. എത്രത്തോളം അല്ലാഹു റസൂൽ പറഞ്ഞു എന്ന് വെച്ചാൽ നോക്ക്, തഹ്ഖിറൂന സ്വലാത്തകും മഅ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരം നിങ്ങളുടെ നിസ്കാരത്തിലേക്ക് കമ്പയർ ചെയ്യുമ്പോ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല സഹാബ, നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം ചെറുതായി തോന്നും, നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം നിസ്സാരമായി തോന്നും. നിങ്ങൾ അവരുടെ നിസ്കാരം കണ്ടോ അത്രമാത്രം നിസ്കാരം അവർ നിസ്കരിക്കുന്നവരായിരിക്കും. അവരുടെ നോമ്പ് നിങ്ങളുടെ നോമ്പിലേക്ക് തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല, നിങ്ങളുടെ നോമ്പ് വളരെ നിസ്സാരമായിരിക്കും. അവർ ധാരാളമായി ഖുർആൻ ഓതുന്നവരായിരിക്കും. പക്ഷേ അവരുടെ തൊണ്ടയുടെ ഉള്ളിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കൂല, അവരുടെ ഹൃദയത്തിലേക്ക് കടക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ നിസ്കാരവും അതേപോലെ തന്നെ അവരുടെ നോമ്പും അതേപോലെ അവരുടെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഇത്രമാത്രം നോമ്പെടുത്ത ഇത്രമാത്രം നിസ്കരിച്ചതായിരിക്കുന്ന ആ സമൂഹത്തെ പറ്റി പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താണ്? യംറുഖൂന മിനദ്ദീൻ, അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്നിട്ട് അവർ തെറിച്ചു പോകുന്നു. അതിനവർ ഉദാഹരണം കാണിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഏതുപോലെ വേട്ടയാടുന്ന മനുഷ്യനുണ്ടല്ലോ, വേട്ടമൃഗത്തെ ഹണ്ടിങ് വേട്ട നടത്തുന്ന മനുഷ്യൻ വേട്ടമൃഗത്തെ തന്റെ അമ്പ് കൊണ്ട് വേട്ടയാടുമല്ലോ. പഴയ കാലത്ത് യുദ്ധോപകരണമാണ് അമ്പ് എന്ന് പറയുന്നത്. ബില്ലുബാണ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ആ അമ്പേ നടക്കുമ്പോ ആ അമ്പ് മൃഗത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി പോകുന്നത് പോലെ അതുപോലെ അവർ ദീനിൽ നിന്നിട്ട് പുറത്തു പോകും. കാരണം എന്താണ്? അവര് നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും എല്ലാം തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത സ്വന്തമായി മതത്തിൽ അവരുണ്ടാക്കിയ പുത്തനാചാരങ്ങളിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെയേറെ ജാഗ്രതയുണ്ടാകണം. വിദ്യാർത്ഥി നമ്മുടെയോ നമ്മുടെ കുടുംബത്തിനോ ജീവിതത്തിൽ ഉണ്ടായി പോകാൻ പാടില്ല. അല്ലാഹുവോട് സദാനേരവും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തിൽ നിന്നും അതേപോലെ തന്നെ ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുന്നതായിരിക്കുന്ന അത്തരത്തിലുള്ള മുബ്തദീങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളിൽ, നമ്മുടെ നിസ്കാരങ്ങളിലും നോമ്പുകളിലും മറ്റുമെല്ലാം തന്നെ ബിദ്അത്തുകൾ കടന്നു പോകാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ കാൽപ്പാടുകൾ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ അടിയുറച്ചു നിൽക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. Alhamdulillah Rabbil Alameen, wassalatu wassalamu ala ashrafil anbiya'i wal mursalin, nabiyyina wa imamina wa qudwatina Muhammad ibn Abdillah al-mab'uuth rahmatan lil alamin. وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد، فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുക എന്ന ആ തിന്മ, അങ്ങേയറ്റം ഗൗരവമുള്ള ആ തിന്മ, അതിനെ സംബന്ധിച്ചാണ് നാം ഇവിടെ സംസാരിച്ചു വരുന്നത്. നോക്ക്, ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിനാൽ ശപിക്കപ്പെട്ടവനാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഹദസൻ ഔ ആവാ മുഹ്ദിസാ,
فعليه لعنة الله والملائكة والناس أجمعين. ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ ഒരു പുതിയ ആചാരം നല്ലതാണ്, പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിൽ ഒരു പുത്തൻ ആചാരം കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഒരു പുത്തൻ ആചാരത്തിന്, ഒരു നവീന ആചാരത്തിന് അഭയം നൽകിയാൽ, അവന്റെ മേലിൽ അല്ലാഹുവിന്റെ ശാപമാണ് ഉണ്ടാകുന്നത്. മലക്കുകളുടെ ശാപമാണ്, എല്ലാ മനുഷ്യരുടെയും ശാപമാണ് ഉണ്ടാകുന്നത് എന്നാണ് റസൂൽ പറഞ്ഞത്. അള്ളാന്റെ ദീനിൽ ഒരു പുതിയ ഒരു ആചാരം ഒരാൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പുത്തൻ ആചാരത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം നൽകി, അല്ലെങ്കിൽ അതിനെ വളരാൻ, അതൊന്ന് ഉഷാറാക്കാൻ, അതിനൊന്ന് പ്രോത്സാഹനം നൽകി, അതിനൊന്ന് പരിപോഷിപ്പിച്ചു. ഇനിയിപ്പോ അടുത്ത മാസം റബീഉൽ അവ്വലാണ് അല്ലെ, ഈദ് മിലാദ്. ഈദ് മിലാദ് എന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻ ആചാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പ്രവാചകന്റെ ജന്മദിനം എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു ശരിയാക്കി കാണിച്ചിട്ടില്ല. മുമ്പുള്ള പ്രവാചകന്മാരുടെ ജന്മദിനമൊന്നും അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു ശരിയാക്കി കാണിച്ചില്ല. അതിനുശേഷം വന്ന സഹാബത്തുൽ കിറാം, ഖുലഫാഉർ റാഷിദീൻ കാണിച്ചിട്ടില്ല. എന്നാലോ നമ്മുടെ ചില ബിദ്അത്ത് നടക്കുന്ന പള്ളികളിൽ നമുക്ക് ഈ വർഷം ഉഷാറാക്കണം, ഈദ് മിലാദൊക്കെ ഉഷാറാക്കണം. അങ്ങനെ ധാരാളം ബിരിയാണിയുടെ, നെയ്ച്ചോറിന്റെ ചെമ്പുകൾ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതൊക്കെ അല്ലാഹുവിന്റെ ദീനിനെ താറടിച്ച് കാണിക്കുകയാണ്. ചെറിയ കാര്യമല്ല ഇത്. നമുക്കിതൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞുകൂടെ? ഉഷാറാക്കലാണ്. അപ്പൊ എത്രയോ ദീൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, കിതാബ് എന്താണെന്ന് അറിയാത്തവരൊക്കെ അതിന്റെ പിന്നാലെ പോകും. ഈ പുരോഹിതന്മാർക്ക്, വിദേഹത്തുകാർക്ക് വേണ്ടുന്ന അത്തരത്തിലുള്ള ആളുകളാണ്. ഒരുപാട് നാട്ടിലൊക്കെ പൊക്കിരുത്തനും ദാതാഗി നടത്തുന്ന അത്തരത്തിലുള്ള ആളുകളാണ് ഇവർക്ക് വേണ്ടതും. അങ്ങനെ ഉഷാറാക്കാൻ വേണ്ടി ഒന്നുകൂടി അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, അല്ലാഹുവിന്റെ ശാപമാണ് അവനുണ്ടാകുന്നത് എന്ന്. മലക്കുകളുടെ ശാപമാണ്, എല്ലാ മനുഷ്യരുടെയും ശാപമാണ്. എന്റെ പ്രിയമുള്ളതൊക്കെ ദുനിയാവിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നാളെ പരലോകത്തിലേക്ക് എത്തിയാലോ? പരലോകത്തിലേക്ക് എത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിന്റെ വെള്ളം തടയപ്പെടും. സഹീഹായ ഹദീസിൽ വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഹൗദിൽ നിന്ന് ഞാൻ അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ ഇങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ, അത് അവസാന സമയമാണ്, വിചാരണയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പിന്നെ നമ്മുടെ കർമ്മരേഖകൾ, കർമ്മപത്രമെല്ലാം ലഭിച്ചു, വല്ലാതെ ദാഹിച്ചു കിടക്കുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദുൽ കൗസറിൽ വെള്ളം കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വരും, റസൂലുള്ളാഹിന്റെ അനുയായികൾ. അങ്ങനെ വന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോ, റസൂലുള്ള വെള്ളം കൊടുക്കാൻ വേണ്ടി പോകുമ്പോ അല്ലാഹുവിന്റെ മലായികത്ത് അവരെ ആട്ടി ഓടിക്കുകയാണ്. ആട്ടി ഓടിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പരാതി പറയുന്നു, യാ റബ്ബ്, എന്റെ റബ്ബേ, അസ്ഹാബി എന്റെ അനുയായികളാണ്. അല്ലേ റസൂലുള്ളാഹി ഉമ്മത്തിനോട് എന്തൊരു സ്നേഹമാണ്. ഖുർആനിൽ അത് അറിയിച്ച കാര്യമാണല്ലോ, വബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ കൃപാലു, ദയാലുവാണ് റസൂൽ എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ആട്ടി ഓടിക്കുമ്പോൾ റസൂലുള്ളാഹി വല്ലാത്ത ബേജാറാകുന്നു. എന്റെ അനുയായികളാണ്, എന്റെ ഉമ്മത്താണ്, എന്റെ ഉമ്മത്തിന്റെ വിഭാഗമാണെന്ന് റസൂൽ പറയുമ്പോ അവിടെ അല്ലാഹുവിന്റെ ഭാഗത്ത് അറിയിപ്പുണ്ടാകും, ഓ പ്രവാചകരെ, ഇന്നക ലാ തദ്രീ ഇന്നക ലാ ഇൽമ ലക ബിമാ ഹദസു ബഅദക. നിങ്ങൾ വഫാത്തായതിന് ശേഷം അവർ അല്ലാഹുവിന്റെ ദീനിൽ അവർ എന്തൊക്കെയോ കൂട്ടിച്ചേർന്നു. നിങ്ങൾ പഠിപ്പിച്ച ദീനിൽ ഒരുപാട് പുത്തനാചാരങ്ങൾ അവരുണ്ടാക്കി. അതുകൊണ്ടാണ് അവർ അറ്റുപിടിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറയുന്നത്? അല്ലേ, നമ്മളുടെ ഇടയിലൊക്കെ ഈ പുതിയ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ വലിയ ശൈഖുനമാരായിട്ടുണ്ടാകും, വലിയ മൗലാനമാരായിട്ടുണ്ടാകും, വലിയ കമറിനെയും ശംസുനെയും സുൽത്താനെയും ഒക്കെ ആയിട്ടായിരിക്കും അവർ ജനങ്ങൾ എഴുന്നള്ളിക്കുന്നത്. അവർക്ക് സമൂഹത്തിൽ, അവർക്ക് മജ്ലിസിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ അവർക്ക് വലിയ സ്ഥാനമാനങ്ങളൊക്കെ നൽകി അലങ്കരിക്കുന്നുണ്ടാകും. നാളെ പരലോകത്തെത്തിയാൽ അവരുടെ അവസ്ഥ എങ്ങനെയാണ്? വിദേഹത്തുണ്ടാക്കിയവരെ അല്ലാഹുവിന്റെ മാലാഖമാർ ആട്ടി ഓടിക്കും.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയുന്നത്? ഫഅഖൂലു അല്ലാഹു റസൂലുഹു, അപ്പോൾ ഞാൻ പറയും സുഹ്കൻ സുഹ്കാ ലിമൻ ബദ്ദല ദീനി മിൻ ബഅദി, അവന് നാശമാണ്. അല്ലാഹു റസൂൽ പറയുന്നു, ഞാൻ പരിപാടി എന്റെ ദീനിൽ മാറ്റം വരുത്തിയ ബുദ്ധനാചാരം കൂട്ടിച്ചേർത്തവന് നാശമാണ്, അവൻ നശിക്കട്ടെ എന്നാണ് അല്ലാഹു റസൂൽ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായ കാര്യമായിട്ട് നാം ഒരിക്കലും കാണാൻ പാടില്ല. അത് ചിലപ്പോൾ ബിദ്അത്ത്, പുതിയ ആചാരം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നിസ്കാര രൂപത്തിലായിരിക്കാം, നോമ്പ് രൂപത്തിലായിരിക്കാം, ഖുർആൻ പാരായണമായിരിക്കാം, ചിലപ്പോൾ അതല്ലേ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായം പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിൽ നാം ഉറച്ചു നിന്നില്ല എങ്കിൽ അത് വലിയ താക്കീതാണ് അത്തരക്കാർക്കുള്ളതെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ദീനായി എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാത്രം ദീനായി നാം സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ മദ്രസക്കുള്ള കലക്ഷനാണെന്നുള്ളത്, അതുകൊണ്ട് എല്ലാവരും ഉദാരമായ നിലയ്ക്ക് സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. പിന്നീട് ദ്വാരക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാട്സാപ്പിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയും ഒരുപാട് ആളുകൾ, ചില ആളുകളൊക്കെ ഒരാളിങ്ങനെ ആശുപത്രിയിൽ ഒരുപാട് ബ്ലോക്കായിട്ട് വല്ലാത്ത പ്രതിസന്ധി ഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ പോലും ആശ മുറിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ രോഗം, ആ ബ്ലോക്ക് വളരെ നല്ല സുഗമമായ നിലയ്ക്ക് നീക്കം ചെയ്ത് എത്രയും വേഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ അദ്ദേഹത്തിന്റെ രോഗം ശിഫ നൽകി, പൂർണ്ണമായ ശിഫ നൽകി അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ തിരിച്ചെത്തുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾ പൂർണ്ണമായ നിലയ്ക്ക് കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ എത്രയോ പേർ അന്യായമായി അക്രമമായ നിലക്ക് ജയിലിൽ ബന്ധിക്കപ്പെട്ടവരുണ്ട്. അവരുടെ കുടുംബങ്ങൾ എപ്പോഴായിരിക്കും ഇവരുടെ മോചനം വിടുതൽ ഉണ്ടാവുക എന്ന് കാത്തിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ അല്ലാഹു അവരെ ആ കാരാഗൃഹത്തിൽ നിന്നിട്ട് ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നും കഷ്ടസങ്കഷ്ടങ്ങളിൽ അല്ലാഹു തആല നമ്മെല്ലാം ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.